ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാനായി അമേരിക്കയിലേക്ക് പോയിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നെതന്യാഹു നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ നിന്ന് മാറി വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അതായത് ഹമാസിൻ്റെ പോരാളികൾ നിലവിൽ ഗസയിൽ മാത്രമാണുള്ളത്, അവരാണ് ഇപ്പോൾ ബന്ദികളെയൊക്കെ മോചിപ്പിക്കുന്നത് എന്നാണ് ലോകം തിരിച്ചറിഞ്ഞത്. എന്നാൽ മൊസാദ് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഹമാസിൻ്റെ കുറേ അധികം ആളുകൾ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലിൻ്റെ പ്രവർത്തനം കൂടുതൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഇസ്രായേലി സേനയ്ക്ക് നേരെ ഒരു കാറിൽ കുറച്ച് ആളുകൾ ആക്രമണം നടത്താൻ വരുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണത്തിൽ 23 വൻകിട കെട്ടിടങ്ങളടക്കം തകർത്ത് കളഞ്ഞു. ആ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ 50ഓളം പേർ ഹമാസിൻ്റെ പോരാളികളാണ്, അല്ലെ തീവ്രവാദികളാണ് എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. എന്നാൽ പലസ്തീൻകാർ പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട പലസ്തീൻകാരെ ഇവർ കൊന്നൊടുക്കുകയായിരുന്നു, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ ഇസ്രയേലിനെ ഭയന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന ആളുകളെ പുറത്തെത്തിച്ചത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ടാണ്. അതുവരെ ഏതാണ്ട് 15 മാസത്തോളം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ആളുകളൊക്കെ തുരങ്കത്തിനടിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഹമാസിൻ്റെ ആളുകൾ ഗസയിലാണെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നു. ഒപ്പം വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് UN-ൻ്റെ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിക്കുന്നു. ഇവർക്കെതിരെ കർശനമായൊരു നീക്കം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ പുറത്തു വന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവർ കൂടിക്കാഴ്ച നടത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഗസയെ എങ്ങനെ റീബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. ഗസയെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ നിലവിൽ അവിടെയുള്ള പലസ്തീൻകാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റണം. അതായത് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്നാണ് ഇവരുടെ നിലപാട്. അതിനുവേണ്ടി ജോർദാൻ രാജാവായ അബ്ദുള്ള രണ്ടാമനുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. എന്നിട്ട് പറയുന്നു, അടുത്ത ദിവസങ്ങൾ, അതായത് ഈ മാസത്തിനുള്ളിൽ തന്നെ ഈ അബ്ദുള്ള രണ്ടാമൻ രാജകുമാരൻ വൈറ്റ് ഹൗസിലേക്ക് എത്തണം. അപ്പോൾ അബ്ദുള്ള രണ്ടാമൻ അവിടെ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വാഭാവികമായും പറയുന്നത് ഗസയിലുള്ള പലസ്തീൻകാരെ നിങ്ങളുടെ രാജ്യത്തേക്ക് താമസിപ്പിക്കണം, അതുപോലെ തന്നെ ഈജിപ്തും താമസിപ്പിക്കണം. പക്ഷേ ഈ രാജ്യങ്ങൾ അതിനോട് യോജിക്കുമെന്നറിയില്ല. കാരണം ബ്രസൽസിൽ യൂറോപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ, അല്ലെങ്കിൽ ഒരു യോഗത്തിൽ, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇനി പലസ്തീൻകാരെ തങ്ങളുടെ രാജ്യത്ത് താമസിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഖത്തർ, ഈജിപ്റ്റ്, സൗദി, UAE എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നപ്പോഴും ഏതാണ്ട് ഇതേ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ട്രംപ് ഉറപ്പിച്ചു പറയുന്നു, ഗസ പുനർനിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് 5000 കോടി രൂപയുടെ ചിലവ് വരും. 10 മുതൽ 15 വർഷം വരെ ഇതിന് കാലയളവെടുക്കും. അപ്പം ഈ കൂമ്പാരങ്ങൾക്കിടയിൽ, അതായത് കോൺക്രീറ്റ് കൂമ്പാരങ്ങളെ മുഴുവൻ മാറ്റി അവിടുത്തെ ജനങ്ങളെയും ഒഴിപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ സൂചനയാണിതെന്ന് പറയുന്നുണ്ട്. കാരണം വിശാല ഇസ്രയേൽ എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിനാണ് ഇപ്പം ഈ വെസ്റ്റ് ബാങ്ക്, ഗസ തുടങ്ങിയ മേഖലകളിലുള്ള ഇസ്രയേൽ സാന്നിധ്യം. ഒപ്പം തന്നെ ഈ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്ത് ആ മേഖലയിൽ ഉണ്ടാക്കിയ സാന്നിധ്യം, ലെബനൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വലിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കാനായിരിക്കും നെതന്യാഹുവിൻ്റെ തിരിച്ചുവരവിലൂടെ ശ്രമിക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾ ഭയക്കുന്നുണ്ട്. ഇസ്രയേലും അമേരിക്കയും പിന്നീട് ലക്ഷ്യം വെക്കുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തെയാണ്. അപ്പോൾ സിറിയയിൽ കുർദ് മേഖല, അതായത് കുർദുകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് കുർദിസ്ഥാൻ രൂപീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്ക അവർക്ക് പിന്തുണയും നൽകുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് തുർക്കിയാണ്. തയ്യിബ് എർദോഗൻ ഒരു കാരണവശാലും കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം രൂപീകരിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല, ഈ കുർദുകൾക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ ഇറാനും രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇറാൻ്റെ ഈ ഒരു സഹായം അത് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ കുർദുകൾക്ക് കുറച്ച് സംശയമുണ്ട്. കാരണം അമേരിക്ക നിലവിൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കുർദുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഈ ഇറാൻ്റെ പിന്തുണയുമായി അവർ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു സഹായം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. എന്നാൽ ഈ തയ്യിബ് എർദോഗൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ സിറിയയെ അനുവദിക്കില്ല. മാത്രമല്ല, HTSനെ, അതായത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന നിലവിലെ ഈ സിറിയയുടെ ഭരണം പിടിച്ച ആ സംഘടനയ്ക്ക് തയ്യിബ് എർദോഗൻ്റെ ഭരണകൂടത്തോടാണ് താല്പര്യമെന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഖത്തറുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കി അങ്ങനെ ഒരു ബന്ധം വളർത്തിക്കൊണ്ട് വരാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അമേരിക്കൻ പിന്തുണയോടെയാണ് HTS അവിടെ അധികാരത്തിലേറിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഭരണാധികാരി അവിടുത്തെ പണവും സമ്പത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് രാജ്യം വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ അൽഷര എന്ന് പറയുന്ന നിലവിലെ ഈ സിറിയയുടെ ഭരണാധികാരി നേരെ സൗദി അറേബ്യയിലേക്കാണ് ഇപ്പം പോയത്. അപ്പം ഇദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്ക് പോകുന്നത്. അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി രാജകുമാരനുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു, സിറിയയിലെ സമ്പത്ത് മുഴുവൻ ഈ അസദ് ഭരണകൂടം നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സിറിയ പുനഃസൃഷ്ടിക്കണം, അതിന് സൗദിയുടെ സഹായം വേണം. അപ്പോൾ തീവ്ര മുസ്ലിം നിലപാടുകളൊന്നും ഇല്ല എങ്കിൽ സൗദി സഹായത്തിന് തയ്യാറാണ്. മാത്രവുമല്ല, ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരന് ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിന് എല്ലായ്പ്പോഴും താല്പര്യമുള്ള സിറിയയെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കും. അപ്പം HTS എന്ന് പറയുന്ന സംഘടനയുടെ പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ IS അല്ലെങ്കിൽ അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകളുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ തനി സ്വഭാവം കാണിക്കുമെന്നാണ് തുർക്കി പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് പോകരുതെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. സിറിയയിൽ തന്നെ ഉൾപ്പെട്ട ഗൊലാൻ കുന്നുകൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല, അവിടുത്തെ ബഫർ സോണിൽ ഇസ്രായേൽ സ്വന്തം സൈന്യത്തെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അവർ അവിടെ നിന്ന് പോകണമെന്നൊക്കെ HTSനെ കൊണ്ട് പറയിക്കാം, ഇതാണ് തുർക്കി കരുതിയിരുന്നത്. പക്ഷേ അത്തരം നിലപാടുകൾ ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങാൻ തയ്യാറുമല്ല. കാരണം ഇവർ വിശാല ഇസ്രായേൽ എന്ന ഒരു സങ്കല്പം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്രായേൽ സേന ഈ ബഫർ സോണുകൾ കേന്ദ്രീകരിച്ച് ഗൊലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൊമ്പുകൾ പൂർണ്ണമായും ഒടിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇറാൻ ഇത്രകാലം വളർത്തിക്കൊണ്ടുവന്ന പ്രോക്സി സേനയെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി ഇതിനെല്ലാം തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്. അപ്പം ഗസയിലെ ഹമാസ് തീവ്രവാദികളെ ഇപ്പോൾ കുറച്ചൊളിച്ച് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയപ്പോഴാണ് അവിടെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ഗസയിലുള്ള അവശേഷിക്കുന്ന 10 മുതൽ 15 ലക്ഷം വരുന്ന പലസ്തീൻകാരെ ഒഴിപ്പിക്കണം. അതുകൊണ്ടാണ് ഈജിപ്റ്റ് എന്ന രാജ്യത്തോടും ജോർദാൻ എന്ന രാജ്യത്തോടും തങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ ഭരണകൂടം അതിനോട് കേൾക്കാത്തതുകൊണ്ട് തന്നെ ട്രംപ് വലിയ സമ്മർദ്ദമാണ് ഫോണിലൂടെ നടത്തുന്നത്. മാത്രമല്ല, ഈ അബ്ദുള്ള രാജാവിനെ ഇപ്പം അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണിച്ചതിന് ശേഷം ഒരുപക്ഷെ ഈജിപ്ഷ്യൻ ഭരണകൂടത്തെയും ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഗസയിലുള്ള മുഴുവൻ പലസ്തീൻകാരെയും ഈ രാജ്യങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ്. അപ്പോൾ ഈ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്റ്റും ഒക്കെ പറയുന്നത് ഒക്ടോബർ 7-നും നവംബർ 7-നും ഒക്കെ ഉണ്ടായ ആക്രമണങ്ങളുണ്ടല്ലോ, അന്ന് നിരവധി പലസ്തീൻകാർ അവിടേക്ക് പോയി. ഏതാണ്ട് 1 ലക്ഷത്തോളം അഭയാർത്ഥികൾ അവിടെയുണ്ട്. അവർ തിരിച്ച് ഗസയിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, പുതുതായിട്ട് പലസ്തീൻകാർ ആ രാജ്യത്തേക്ക് വരുന്നതിനെ ഇവർ എതിർക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു പിന്തുണയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മൊത്തം ലോകക്രമത്തിൽ വലിയ സംശയങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു നീക്കം ഇറാനെ അറ്റാക്ക് ചെയ്യാനായിരിക്കും. അതായത് 1 മാസത്തിനുള്ളിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഇറാൻ മുൻകൂർ ജാമ്യവുമായി രംഗത്ത് വന്നത്, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് മുതിർന്നാൽ ഇനി ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരു തുടർ യുദ്ധമായിരിക്കും ഉണ്ടാകാൻ പോവുക. അപ്പോൾ നിലവിൽ ആയുധങ്ങളൊന്നുമില്ല, ശക്തിയൊന്നുമില്ലെങ്കിലും ഇറാൻ ഇങ്ങനെ പറയണം എന്ന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചില സൂചനകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കപ്പലുകളെ, ഇപ്പം ഒമാൻ കടലിലൂടെയൊക്കെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ കഴിയുന്ന ദൂരപരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ചു. ഏതാണ്ട് 1000 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് തൊടുത്തു വിടാൻ കഴിയുന്ന മിസൈലുകളാണ് പരീക്ഷിച്ചത്. അപ്പോൾ അമേരിക്ക പറയുന്നത് നിലവിൽ ഇറാനിൽ ആറ്റമിക് പരീക്ഷണങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യം വേണം. 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചിരിക്കും. അപ്പം പുട്ടിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യയും ഉക്രൈനും തമ്മിലൊരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിന് ഒരു തീർപ്പുണ്ടാകാൻ ട്രംപ് ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ട്രംപ് പറഞ്ഞത്, പുട്ടിൻ നിങ്ങൾ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഇവിടെ മറ്റൊരു പ്രശ്നം പരിഹരിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധം പരിഹരിക്കുന്നത് വരെ ഒരു കാരണവശാലും റഷ്യയുടെ സഹായം ഈ സിറിയയിലേക്കോ ഇറാനിലേക്കോ പോകരുത് എന്ന് ട്രംപിന് നിർബന്ധ ബുദ്ധിയുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ ഉൾപ്പെട്ട അസർബൈജാൻ. ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ ഇസ്രായേലുമായിട്ടുള്ള ചില വ്യാപാര ബന്ധങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതായത്
ഇസ്രയേലിലെ ഓയിൽ കമ്പനികളിൽ 10% നിക്ഷേപം നടത്താൻ അസർബൈജാൻ തയ്യാറായി. അതായത് അവർ ഈ പറയുന്ന മുസ്ലിം മതരാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്, അവരുടെ പൊളിറ്റിക്സ് അതാണ്, അവരുടെ നയതന്ത്ര രീതി അതാണ്. പക്ഷേ ബിസിനസ്സാണ് അതിനപ്പുറം എന്നുള്ളത് ബുദ്ധിപരമായൊരു നീക്കമാണ്. അപ്പം അസർബൈജാൻ 10% ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും പൈസ ഇസ്രയേലിന് കൊടുക്കുക എന്നതാണ്. ആ പൈസ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഇനി ഗസയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്കൊക്കെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ബുദ്ധിപരമായ നീക്കം നടത്താൻ ഇറാനോ ഖത്തറിനോ UAEക്കോ സിറിയയ്ക്കോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അസർബൈജാൻ പോലെയുള്ള ചില രാജ്യങ്ങൾ അത്തരം നീക്കം നടത്തുന്നു. ഇത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷം ഉണ്ടായ മാറ്റമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം കൂടി ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. ഈജിപ്തിനെയും അതുപോലെ തന്നെ ജോർദാനെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനായിട്ട് പരമാവധി ട്രംപ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഗസയും വെസ്റ്റ് ബാങ്കുമെല്ലാം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. പലസ്തീൻകാർ കൂട്ടത്തോടുകൂടി സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ അവിടെ കെട്ടിടങ്ങളില്ല, അവർക്ക് താമസിക്കാനുള്ള യാതൊരു സൗകര്യവുമില്ല, UN-ൻ്റെ സഹായം ലഭിക്കുന്നില്ല. കാരണം UN-നുള്ള എയ്ഡും അമേരിക്ക നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം വളരെ പ്ലാൻഡായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എയ്ഡ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് ട്രംപ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തുന്ന ഈ ചർച്ചയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 1 മാസത്തിനുള്ളിൽ ഇറാന് നേരെ ആക്രമണം നടത്താം, അവശേഷിക്കുന്ന ഹമാസുകാരെ പൂർണ്ണമായും തുടച്ചു നീക്കാം. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ അമേരിക്ക പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തൂ. കാരണം തങ്ങൾക്കിഷ്ടമില്ലാത്ത ആർമി ബേസുകൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറ്റാനായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇത്തരത്തിലുള്ള ആർമി ബേസ് മാറ്റണമെന്ന ആവശ്യവും കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം മെക്സിക്കോയ്ക്കെതിരെ കാനഡയ്ക്കെതിരെ ചില ഉപരോധങ്ങൾ, അതായത് ടാക്സ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ആ രാജ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതി. കാരണം കാനഡയും അങ്ങോട്ടേക്ക് തിരിച്ച് നികുതി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഓഹരി വിപണി ഏതാണ്ട് ഇടിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന നമ്മുടെ മുദ്രാവാക്യം അനുസരിച്ച് ആദ്യം കുറച്ച് തിരിച്ചടിയൊക്കെ നേടുമെങ്കിലും നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നേറും. അപ്പോൾ അമേരിക്ക ലോകത്തിലെ വൻ ശക്തിയാകാൻ പോകുന്നു. ഇസ്രായേൽ കൂടെ നിൽക്കുന്നു. മാത്രമല്ല ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹൂത്തി തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തുന്ന സംഘടനകളെ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാനുള്ള ഒരു നീക്കം, അതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.